الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا വിശ്വാസികളായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനാവുകയും വിട്ടുപിരിയുകയും ചെയ്ത മാസമാണ് റബീഉൽ അവ്വൽ മാസം. ജനിക്കുകയും വഫാത്താവുകയും ചെയ്തത് ഈ മാസത്തിലായതുകൊണ്ട് സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ വേണ്ടത് എന്ന കാര്യം ആലോചിക്കേണ്ടതാണ് എന്ന് മുമ്പൊരു ഖുത്ബയിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നു. ഏതായാലും ശരി, സന്തോഷവും ദുഃഖവും ഒത്തുചേർന്ന ഒരു മാസത്തിൽ അമിതമായി സന്തോഷിക്കാതിരിക്കലാണ് നല്ലത് എന്നതുകൊണ്ടാണ് അത് ആഘോഷമായി കൊണ്ടു നടക്കുന്നതിനോട് മാനസികമായി യോജിപ്പില്ലാത്തത്. അതേസമയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവബഹുലമായ ചരിത്രം ആളുകളെ ഓർമ്മിപ്പിക്കുക എന്നത് നല്ല കാര്യമാണ്. ഏത് പ്രദേശത്ത് ജീവിക്കുന്നവർക്കും ആ പ്രവാചകന്റെ ചര്യ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ഉപകാരപ്പെടും. ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ശബ്ദമായി അധപ്പതിച്ചു പോവുകയും ചെയ്യും. ആ ശബ്ദം മനുഷ്യരൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോഴോ ശാന്തമായി വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ മൈക്ക് വെച്ചുകൊണ്ട് ഒച്ചത്തിൽ ശബ്ദിക്കുമ്പോൾ അതൊരു അലോസരമായ ശബ്ദമായി ജനങ്ങൾക്ക് തോന്നുകയും ചെയ്യും. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ആരോടും നമുക്കൊരു പരാതിയുമില്ല. ബഹുസ്വര സമൂഹം എന്ന നിലയിൽ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനുകളായ നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളല്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ അവരെ അലോസരപ്പെടുത്തുന്ന ഒരു പ്രവാചകനായി മുഹമ്മദ് നബിയെ ചിത്രീകരിക്കരുത് എന്ന ഒരു വേദനയോടുകൂടിയുള്ള അപേക്ഷ മാത്രമേ ആ വിഷയത്തിൽ അത് ചെയ്യുന്നവരോട് നമുക്ക് പറയാനുള്ളൂ. അതേസമയം ആ പ്രവാചകന്റെ ചര്യ വിവരിച്ചു കൊടുക്കുന്ന
ഒരു പ്രസംഗമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണെങ്കിൽ അത് ഏത് സമൂഹമായാലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാര്യങ്ങൾ മനസ്സിലാകുമെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാം. ചിന്തിച്ചതിന് ശേഷം അവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം. അല്ലാത്ത ഒരു ശബ്ദം മാത്രം ഉണ്ടാക്കി അലോസരമുണ്ടാക്കുമ്പോൾ ഈ പ്രവാചകൻ ഞങ്ങളെ ഉറക്കം കെടുത്തുകയാണല്ലോ എന്ന് ഈ ബഹുസ്വര സമൂഹത്തിലെ കോടികൾക്ക് തോന്നുന്ന, കോടിക്കണക്കിന് മനുഷ്യർക്ക് തോന്നുന്ന ഒരു മാർഗം എൻ്റെ സഹോദരന്മാരെ ആരോടെങ്കിലുമുള്ള വാശി തീർക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ എന്ന വേദനയോടുകൂടെയുള്ള ഒരു ചോദ്യം. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നാം സഹിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. ആർക്കോ ആരോടോ ഉള്ള ശത്രുതയും വെറുപ്പും മറ്റുള്ളവർക്ക് അലോസരമായി മാറാൻ പാടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്ത ഒരു മുഅ്മിനും ഈ ലോകത്തുണ്ടാവുകയില്ല. അഥവാ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് മുഅ്മിനാകാൻ സാധ്യമല്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള എല്ലാ മുഅ്മിനുകളും. പക്ഷേ ആ സ്നേഹിക്കുന്നതിന്റെ രൂപത്തിലും കോലത്തിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്ന മാർഗം സ്വീകരിക്കരുത് എന്ന് പള്ളിയായ പള്ളികളിലൊക്കെ മൈക്ക് വെച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഒച്ച ഉണ്ടാക്കുന്നവരോട് വളരെ വേദനയോടുകൂടി പറയുകയാണ്. നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ നിങ്ങൾ മാതൃഭാഷയിൽ പറഞ്ഞോളൂ. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പരിചയപ്പെടുത്തിക്കോളൂ. നല്ലതാണത്. അല്ലാത്ത രീതി മനുഷ്യരെ വേദനിപ്പിക്കുന്ന, മനുഷ്യരുടെ സ്വൈരം കെടുത്തുന്ന ഒരു ശബ്ദം മാത്രമായി പോകും. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് ജനങ്ങൾക്ക് സ്നേഹമല്ല ഉണ്ടാവുക, ഈ ഇടങ്ങേറുണ്ടാക്കുന്ന ആളാണ് എന്ന തോന്നലാണ് ഉണ്ടാകുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ പൊതുജനങ്ങൾ വെറുക്കുന്ന മാർഗം സ്വീകരിക്കരുത്. ഇത് നിങ്ങൾക്ക് ആരോട് വെറുപ്പുണ്ടെങ്കിലും റസൂലുള്ളാഹിനോട് വെറുപ്പ് തോന്നുന്ന ഒരു പണി നിങ്ങൾ ചെയ്യരുത്, സ്വീകരിക്കരുത്. ഇതേപോലെ റമദാൻ മാസത്തിലും കാണാം, നട്ടപ്പാതിരാക്കി ഖുർആൻ ഓതുന്നു. അപ്പുറവും ഇപ്പുറമുള്ള വീടുകളൊക്കെ ഗൈറു മുസ്ലിങ്ങളുടെ, മുസ്ലിങ്ങളല്ലാത്തവരുടെ വീടുകളായിരിക്കും. അവരെ രാത്രിയിൽ ഞെട്ടി ഉണർന്ന് അവരുടെ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഉറങ്ങാൻ കഴിയാത്ത വിധം ഖുർആൻ ഓതുകയാണ്. എന്തിനാണ് ഹബീബന്മാരെ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അത് ചോദിക്കുമ്പോൾ പറയുന്ന അത്താഴത്തിന് ഉണരാനാണ്. അത്താഴത്തിന് സ്വന്തം ഉണരാൻ കഴിയാത്തവർ നോമ്പ് പിടിക്കാൻ പോകുന്ന എന്തിനാ? നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയിട്ട് വേണോ അത്താഴത്തിന് ഉണരാൻ? ഇനി അഥവാ അത്താഴത്തിന് ഉണർന്നില്ല, അത്താഴം കഴിക്കാതെ ഒരു നോമ്പ് പിടിച്ചുകൂടെ? എന്തിനാണ് ഇത്ര ബേജാറുണ്ടാക്കുന്നത്? അത്താഴം കഴിക്കാതെ ആവാമല്ലോ. അത് അത്താഴം നിർബന്ധമൊന്നുമല്ലല്ലോ, വേണമെങ്കിൽ കഴിച്ചോട്ടെ. അതില്ലെങ്കിൽ അത്താഴം കഴിക്കാതെ ഒരു നോമ്പ് പിടിച്ചു എന്നതുകൊണ്ട് ആരും മരിച്ചു പോവുകയില്ല. എന്തിനെ സ്വൈരം കെടുത്തുന്നു? അതേപോലെ സുബഹി നിസ്കാരത്തിൽ ഒച്ചത്തിൽ ഖുർആൻ മൈക്ക് വെച്ചുകൊണ്ട് ഖുർആൻ പുറത്തേക്ക് വിടുന്നു. ഖുർആൻ നിസ്കാരത്തിൽ ഓതുന്നത് ആരാണോ പിന്നിൽ മൗമൂമുകളായി നിൽക്കുന്നത് അവർക്ക് കേൾക്കാനുള്ളതാണ്. ഭൂമി മലയാളത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും കേൾക്കാനല്ല ഒരു പള്ളിയിൽ ഖുർആൻ ഓതുന്നത് നിസ്കരിക്കുമ്പോൾ. അദ്ദേഹത്തെ പിന്തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് കേൾക്കാനുള്ളത്. ഖുർആനെതിരാണത്. ഖുർആൻ അനാവശ്യമായി ഉച്ചത്തിൽ ഓതുന്നത് ഖുർആൻ തടഞ്ഞിരിക്കുന്നു. വലാ തജ്ഹർ ബിഹി എന്ന് ഖുർആൻ പറഞ്ഞതാണ്, അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞതിനെതിരിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഉപയോഗപ്പെടുത്തരുതേ. സഹോദരന്മാരെ, ആരോട് വെറുപ്പുണ്ടെങ്കിലും ഏത് പാർട്ടിക്കാരോട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതിനെതിരിൽ ഉപയോഗപ്പെടുത്തല്ലേ. ഖുർആൻ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ, പണ്ഡിതന്മാരാണല്ലോ നിങ്ങളെ നയിക്കുന്നത്. വേദനയോടുകൂടിയുള്ള അപേക്ഷയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ബഹുസ്വര സമൂഹം എന്ന നിലയിൽ, ബഹുസ്വര സമൂഹത്തിനിടയിൽ ജീവിക്കുന്നവരെന്ന നിലയിൽ ഒഴിവാക്കാനുള്ള വിശാലത നമുക്കുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് അത്തരം വിശാലത ഈ മനുഷ്യർക്ക് പടച്ചവനെ നീ നൽകണമേ എന്ന് വേദനയോടുകൂടെ പ്രാർത്ഥിക്കുക. ഇത് എൻ്റെ ആമുഖമാണ്.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത ഒരു മോമിനും ഉണ്ടാവുകയില്ല. സ്വന്തത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ബന്ധുമിത്രാദികളെക്കാൾ, പടച്ച തമ്പുരാന്റെ സൃഷ്ടിജാലങ്ങളിൽ എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹിക്കണം. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മോമിനാകാൻ കഴിയില്ല, നിങ്ങളിൽ ആർക്കും മോമിനാകാൻ കഴിയില്ല നിങ്ങളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി തീരുന്നത് വരെ നിങ്ങൾക്ക് മോമിനുകളാകാൻ കഴിയില്ല. അപ്പൊ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മഹബത്ത് വെക്കാത്ത ഒരു മോമിനും ഉണ്ടാവുകയില്ല. അത് ഏത് പാർട്ടിക്കാരനായാലും ശരി, അത് നിങ്ങൾ ധരിക്കുന്ന മുജാഹിദുകളായാലും ജമാഅത്തുകാരായാലും സമസ്തക്കാരായാലും ആ സമസ്തയിലെ അവാന്തര വിഭാഗങ്ങളായാലും മുജാഹിദിലെ അവാന്തര വിഭാഗങ്ങളായാലും, അങ്ങനെ നമുക്കറിയാവുന്ന തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി ഇവിടെ നിലവിലുള്ള ഏതെല്ലാം സംഘടനകളുണ്ടോ ആ സംഘടനകളിലൊക്കെ മുഅ്മിനുകളാണെങ്കിൽ ആ മുഅ്മിനുകൾക്ക് മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഹബത്ത് വെക്കാതിരിക്കാൻ കഴിയില്ല. സഹോദരന്മാരെ, വിവരമില്ലാത്ത മനുഷ്യരെ, മുഹമ്മദ് നബിയോട് മഹബത്തില്ലാത്തവരാണിത് ഇവര് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കല്ലേ. മുഹമ്മദ് നബിയോട് മഹബത്തില്ലാത്ത ഒരു മുഅ്മിനും ഈ ലോകത്തുണ്ടാവില്ല. മുഅ്മിനുകൾ എന്തിന്, സാധാരണ ജീവിക്കുന്ന മുഅ്മിനുകളുടെ ചേരിയിൽ വന്നു ചേർന്നിട്ടില്ലാത്ത നല്ലവരായ മനുഷ്യരൊക്കെ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു. ചേരിയിൽ വന്നിട്ടില്ല, ജാതി സമുദായത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹിക്കുന്നു അവർ, മഹബത്ത് വെക്കുന്നു അവർ. കാരണം ആ മുഹമ്മദ് നബി ഈ ലോകത്തിന് നൽകിയ സംഭാവന അതവർക്കറിയാം. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തിന് നൽകിയ സംഭാവന അറിയാത്ത വിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിം ജാതി സമുദായത്തിൽപ്പെട്ട വിവരമില്ലാത്തവർ മാത്രം. ബാക്കിയുള്ളവരൊക്കെ വിവരമുള്ള മുഴുവൻ മറ്റു ജാതി സമുദായത്തിൽപ്പെട്ടവരും മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ബോധമുള്ളവരാണ്. ബോധമില്ലാത്തവരുണ്ടാവും അവരുടെ കൂട്ടത്തിൽ. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന് നൽകിയ സംഭാവന എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്തവർ ഈ മുസ്ലിം ജാതി സമുദായത്തിൽ ലോകത്ത് ജീവിക്കുന്നവരാണ്. വളരെ വേദനയോടുകൂടിയാണ് ഞാനത് പറയുന്നത്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഒരു യാഥാർത്ഥ്യം പറയുന്നതിന് മുമ്പിൽ തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഒരു യാഥാർത്ഥ്യം പറയുന്നതിന് തടസ്സമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആരെയും ഭയപ്പെടാൻ പാടില്ല എന്നാണല്ലോ. നടക്കേണ്ട ഒരു കാര്യം നടക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ ആശങ്കകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം വിവരിച്ചുകൊണ്ട് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട സൂറത്തുൽ അഹ്സാബിലെ സംഭവം വിവരിച്ചുകൊണ്ട് അല്ലാഹ് പറയുന്നുണ്ട്, നടക്കാൻ പോകുന്ന ഒരു കാര്യം നടപ്പിൽ വരുത്തുവാൻ താങ്കൾക്ക് ആശങ്കയുണ്ടല്ലേ, മാറ്റണം. അത് നടക്കാൻ പോവുകയാണ്. ഒരാളുടെ വളർത്തുപുത്രന്റെ ഭാര്യയെ അദ്ദേഹം ഒഴിവാക്കിയാൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജാഹിലി സമ്പ്രദായം പൊളിക്കാൻ പോവുകയാണ്. അത് താങ്കൾ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത്രമാത്രം വേരുറപ്പുള്ളതാണ് അവരുടെ ജീവിതത്തിൽ ആ സമ്പ്രദായം. അതുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ടത് മാറ്റണം. അതങ്ങോട്ട് പറയാൻ താങ്കൾക്ക് ആശങ്കയുണ്ടല്ലേ. താങ്കൾ ജനങ്ങളെ പേടിച്ചു പോകുന്നുവല്ലേ? അള്ളാഹുവിനെ അല്ലേ പേടിക്കേണ്ടത്? അള്ളാന്റെ റസൂലിനെ അള്ളാഹു നിരൂപണം ചെയ്യുകയാണ്. താങ്കൾ ജനങ്ങളെ പേടിക്കുന്നുവല്ലേ? വല്ലാഹു അഹഖു അൻ തഖ്ശാ, പേടിക്കാൻ പറ്റിയതല്ലേ? എന്താണ് മുഹമ്മദെ അള്ളാനെ പേടിക്കുക, ജനങ്ങളെ പേടിക്കുക? നബിനോട് ചോദിക്കുക. അതെന്തിനാണെന്നറിയോ? വളർത്തുപുത്രന്മാരുടെ ഭാര്യമാരവരെ ഒഴിവാക്കിയാൽ അവരുടെ വളർത്തുപിതാവിന് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന സമ്പ്രദായം ഒഴിവാക്കാൻ വേണ്ടിയാണ് നിന്നോട് ഞാൻ സൈനബിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. അല്ല, സൈനബിനെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നത്. സവ്വജ്നാക ലിയല്ലാ യകൂന
അവർക്കിടെ ഹർജുൻ ഫി അസ്വാജി അതിയായി, അവരുടെ വളർത്തുപുത്രന്മാരുടെ ഭാര്യമാരെ അവരൊഴിവാക്കിയാൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജാഹിലി സമ്പ്രദായം, വളരെ ആഴത്തിൽ വേരൂന്നിയ ഈ സമ്പ്രദായം പൊളിക്കാൻ താങ്കൾ തന്നെയാണ് അതിനു മുമ്പോട്ട് വരേണ്ടത്. താങ്കളുടെ സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കണം. അതുകൊണ്ട് ആശങ്ക പാടില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കുന്നതിന് ആശങ്ക ഉണ്ടാകാൻ പാടില്ല. പേടിക്കാൻ പാടില്ല. പേടിച്ചാൽ പറയാൻ പറ്റില്ല. ആരെയാണോ പേടിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ. അല്ലെങ്കിൽ ഏത് സമൂഹത്തെയാണോ ഭയപ്പെടുന്നത് അവരുടെ അഭിപ്രായങ്ങളെ പറയാൻ പറ്റും. ഇവിടെ മാറ്റണം, നമ്മുടെ സമ്പ്രദായങ്ങൾ മാറ്റണം. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭാവന, ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദായിയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഒരു സംഭാവനയെ കുറിച്ച് പറയാം. ഇന്ന അർസൽനാക ഷാഹിദൻ, താങ്കളെ നാം അയച്ചത് ഷാഹിദായിട്ടാണ്. ഷാഹിദ് എന്ന് പറയുമ്പോൾ സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ എന്നാണ് നമ്മൾ പറയാം. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് തിരിയാതെ നമ്മൾ പോയത്. ഖുർആനിന്റെ പരിഭാഷകളിൽ സൂക്ഷ്മത പുലർത്തിയിട്ടില്ലാത്ത ഒരു ഭാഗമാണത്, മലയാള പരിഭാഷകൾ. സാരല്ല, കുറച്ചു കാലം കഴിയുമ്പോൾ ആളുകൾ സൂക്ഷിച്ചെഴുതിക്കോളും. ഇന്ന അർസൽനാക ഷാഹിദൻ, എന്താണോ ജനങ്ങളുടെ മുമ്പിൽ താങ്കൾ സമർപ്പിക്കുന്ന സന്ദേശം, ആ സന്ദേശത്തിന്റെ ജീവിക്കുന്ന മാതൃകയായിട്ടാണ് താങ്കളെ നാം അയച്ചത്. എന്താണോ ജനങ്ങളോട് താങ്കൾ പറയാൻ പോകുന്നത്, ആ പറയാൻ പോകുന്ന സന്ദേശത്തിന്റെ ജീവിക്കുന്ന മാതൃക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതനായി നിയോഗിച്ച മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു കാര്യം, ആ സമർപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നടപ്പാക്കിയിട്ടുണ്ടാവും. അതാണ് ഷാഹിദ്. അല്ലാതെ നമ്മൾ ധരിച്ചിട്ടുള്ള ഒരു ചെറിയ ഷാഹിദുണ്ട്. എന്നാൽ സാക്ഷി പറയാം കോടതിയിലൊക്കെ പോകുമ്പോൾ, അതിനും ഷാഹിദ് തന്നെ പറയാം. അള്ളാന്റെ റസൂല് വേറെ കോടതിയിലൊന്നും കയറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് സാക്ഷി പറയാൻ പറ്റില്ല. ഇന്ന അർസൽനാക ഷാഹിദൻ, ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അത് ഉപയോഗിച്ചു. ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, സൂറത്തുൽ ഫത്ഹിൽ. ഇന്ന അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും, സൂറത്തുൽ മുസമ്മിൽ. ലിയകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ, ബഖറയിൽ. ഖാലു അഖറർനാ ഖാല ഫശ്ഹദു വഅന മഅക്കും മിനശ് ഷാഹിദീൻ, ആല ഇംറാൻ. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, സൂറത്തുൽ ഹജ്ജിൽ. ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സൂറത്തുൽ നിസാ. കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, സൂറത്തുൽ നിസാ. കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, സൂറത്തുൽ മാഇദ. ഇനിയും ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ശുഹദാ. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس. ഒരു ചേരിയിലും ചേരാത്ത, ഒരു ഭാഗത്തേക്കും ചാഞ്ഞു നിൽക്കാത്ത, ഒരു ചേരിയുടെ പിന്നാലെയും പോകാത്ത, സത്യത്തിന്റെ ചേരിയിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഉമ്മത്ത് വസത്ത്, മധ്യമ സമുദായം എന്നാണ് നമ്മൾ പരിഭാഷ പറയുന്നത്. മധ്യമ സമുദായം എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞോ? എനിക്കറിഞ്ഞൂടാ. ഉമ്മത്ത് വസത്ത്, ഒരു ചേരിയിലേക്കും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞു നിൽക്കാത്ത, ചാഞ്ഞു നിൽക്കാത്ത, എവിടെയാണോ സത്യം അവിടെ മാത്രം നിലനിൽക്കുന്ന, എവിടെയാണോ നീതി ആ നീതിയുടെ കൂടെ മാത്രം നിൽക്കുന്ന, എവിടെയാണോ കാരുണ്യം ആ കാരുണ്യത്തിന് പിന്തുണ നൽകുന്ന, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്ന എല്ലാ സൽഗുണങ്ങളും, ആ സൽഗുണങ്ങൾ എവിടെയുണ്ടോ അത് ആ ജാതിയിലാണെങ്കിലും ഈ ജാതിയിലാണെങ്കിലും ജാതി ഇല്ലാത്തവരിലാണെങ്കിലും താഴ്ന്ന ജാതിക്കാരിലാണെങ്കിലും ഉയർന്ന ജാതിക്കാരിലാണെങ്കിലും സ്വന്തക്കാരിലാണെങ്കിലും അകന്നു നിൽക്കുന്നവരിലാണെങ്കിലും എതിരാളികളിലാണെങ്കിൽ പോലും ആ സത്യത്തിന് സാക്ഷികളായി
നിലകൊള്ളുവാൻ കഴിയുന്നവർ അവരാണ് ഉമ്മത്ത് വസത്ത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ. എന്തിനാണെന്നോ, ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജീവിതം കൊണ്ട് ജനങ്ങൾക്ക് സാക്ഷികളാകാൻ. അതെ, ഇതാണ് മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതിനു മുമ്പ് കഴിഞ്ഞുപോയ കോടിക്കണക്കിന് പ്രവാചകന്മാരും ഈ ലോകത്ത് സമർപ്പിച്ച നിയമസംഹിതയുടെ സമാഹാരം ഇതാണ്. ഏത്? ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നത്. നാവിലൂടി പറയുന്നതല്ല, സ്റ്റേജിലും പേജിലും ആരോ എഴുതിയതുപോലെ. പ്രബോധനത്തിൽ അങ്ങനെ ഒരു നല്ല ഒരു പ്രയോഗം കണ്ടു. സ്റ്റേജിലും പേജിലും ആർക്കും എന്തും പറയാം, എന്തും എഴുതാം. പക്ഷേ കർമ്മജീവിതത്തിലുണ്ടോ? ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണം ജീവിതം കൊണ്ട്. ആണല്ലോ, ഉണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷി. വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂല് നിങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചില്ലേ? നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച ആ സന്ദേശത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയായിരുന്നല്ലോ നിങ്ങളുടെ ദൂതൻ, അള്ളാഹുവിന്റെ ദൂതൻ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. എത്ര അർത്ഥവത്താണ് ഖുർആനിന്റെ ആ പ്രയോഗം, ആലോചിച്ച് നോക്കും. അപ്പൊ പ്രവാചകന്റെ ഒന്നാമത്തെ സവിശേഷത അതായിരുന്നു. എന്താണോ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്, ആ സമർപ്പിക്കുന്നത് സ്റ്റേജിൽ സമർപ്പിക്കുകയല്ല, പേജിൽ സമർപ്പിക്കുകയല്ല, കർമ്മജീവിതത്തിൽ സമർപ്പിക്കുകയായിരുന്നു. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ, താങ്കളെ നാം ഒരു ജീവിക്കുന്ന മാതൃകയായി, താങ്കൾ സമർപ്പിച്ച സന്ദേശത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയായി നിയോഗിച്ചയച്ചതാണ്. രണ്ടാമത്തേത് വമുബശ്ശിറൻ, താങ്കൾ സന്തോഷിപ്പിക്കുന്നവനാണ്. സന്തോഷ വാർത്ത അറിയിക്കുന്നവനെന്നാണ് എല്ലാ പരിഭാഷകളും പറയുന്നത്. എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം. പിന്നെ ഇതെന്തായാലും വാർത്ത അറിയിക്കൽ. മുബശ്ശിർ എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നവനാൽ, ബശ്ശറ സന്തോഷിപ്പിച്ചു, മുബശ്ശിർ സന്തോഷിപ്പിക്കുന്നവൻ, വാർത്ത അറിയിക്കുന്നവനല്ല. അറബി ഭാഷയ്ക്ക് അങ്ങനെ ഒരു മലയാളമല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അറബി ഭാഷയ്ക്ക് അങ്ങനെ ഒരു മലയാള പരിഭാഷയില്ല. ഉണ്ടെങ്കിൽ പരിഭാഷ എഴുതിയവർ പറഞ്ഞു തരണം. ഓ മുബശ്ശിറൻ, താങ്കൾ സന്തോഷിപ്പിക്കുന്നവനാണ്. രണ്ടാമത്തെ പ്രവാചകന്റെ ഗുണം അതാണ് പറഞ്ഞത്. ഷാഹിദൻ മുബശ്ശിറൻ, സന്തോഷിപ്പിക്കുക, ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും സന്തോഷിപ്പിക്കുക. ആ സന്തോഷമാണല്ലോ നമ്മൾ ഈ കാണുന്നത്. ഒച്ചുണ്ടാക്കിയത് ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും സന്തോഷിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ പേരിൽ ലോകത്തുള്ള മനുഷ്യരെ അലോസരപ്പെടുത്തി സന്തോഷമില്ലാത്തവരാക്കി തീർക്കുന്ന നമ്മുടെ സമ്പ്രദായം. ഓ മുബശ്ശിറൻ, ലോകത്തിന് സംഭാവനകൾ അർപ്പിച്ച മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ സവിശേഷത മുബശ്ശിറൻ, താങ്കൾ ലോകത്തെ സന്തോഷിപ്പിക്കുന്നവനാണ്. സന്തോഷിപ്പിക്കുക മാത്രമല്ല, വനദീറൻ, പടച്ചതമ്പുരാന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി തന്റെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ടോ മറ്റുള്ളവരെ പിൻപറ്റിക്കൊണ്ടോ വ്യതിചലിച്ചു പോകുന്നവർക്ക് താക്കീത് നൽകുന്നവനുമാണ് താങ്കൾ. താക്കീത് നൽകണം. മോനെ, അങ്ങനെ പോയാൽ നീ തന്നെ അപകടത്തിൽപ്പെട്ടു പോകും. മക്കളെ, അങ്ങനെ പോകരുത്, പോയാൽ നിങ്ങൾ നശിച്ചു പോകും. അതാണ് താക്കീത്. ശിക്ഷാ നടപടിയൊന്നും പടില്ല. അതൊക്കെ പടച്ചവന് ഇട്ടുകൊടുക്കും. 3 ഗുണങ്ങൾ. അള്ളാഹു ആ കൽപ്പിച്ച പ്രകാരം അള്ളാഹുവിലേക്ക് വിളിക്കുന്നവൻ, അള്ളാഹുവിലേക്ക് വിളിക്കാൻ അള്ളാഹുവിന്റെ വഴിയിലേക്ക് വിളിക്കുന്നവൻ. പടച്ചവൻ കൽപ്പിച്ചതുപോലെ, പടച്ചവന്റെ കൽപ്പന അനുസരിച്ച്, എനിക്ക് തോന്നിയതുപോലെയല്ല, എങ്ങനെ വിളിക്കാനാണോ അള്ളാഹു പറഞ്ഞത് അങ്ങനെ. എനിക്ക് തോന്നിയതുപോലെ ഞാൻ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ തോന്നിയതുപോലെ ജനങ്ങളെ വിളിക്കലല്ല. അള്ളാഹുവിലേക്ക് വിളിക്കാൻ പടച്ച തമ്പുരാൻ നൽകിയ അനുവാദമുണ്ടല്ലോ,
ആ അനുവാദമനുസരിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞതുപോലെ വിളിക്കാം. അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പൊ ദഅവത്ത് എല്ലാവരുടെയും ഒരു ഹോബിയായി മാറിയിരിക്കുക. നല്ലതാണ്. പക്ഷേ ദഅവത്ത് അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാനാണോ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നു പോകാനാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദഅവത്ത് ഉപകാരപ്പെടുന്നത് എന്നത് ഒന്ന് ആത്മപരിശോധന നടത്തിയിട്ട് നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ചോദിക്കണം. എന്താ കാരണം എന്നറിയോ? അള്ളാഹു പറഞ്ഞതുപോലെയല്ല ദഅവത്ത് നടക്കുന്നത്. ദഅവത്ത് നടക്കുന്നത് ഓരോ കക്ഷിയും ആ കക്ഷിയിൽ ആളെ കൂട്ടാനാണ്, ഓരോ പാർട്ടിയും പാർട്ടിയിൽ ആളെ കൂട്ടാൻ, ഓരോ സംഘടനയും സംഘടനയിലേക്ക് ആളെ കൂട്ടാൻ. ഇസ്ലാമിൽ എവിടെ അബിയുമാരെ ഇതുള്ളത്? അള്ളാന്റെ ദീനിലേക്ക് അള്ളാഹുവിലേക്ക് വിളിക്കല്ലേ? പടച്ചതമ്പുരാന്റെ ദീനിലേക്ക് വിളിച്ചാൽ പോലെ അവിടെ എന്തിന് കക്ഷി പക്ഷം, എന്തിന് സംഘടന, എന്തിന് ആ സംഘടനയിലേക്കുള്ള വിളി? നിങ്ങൾക്കറിയാമായിരിക്കാം, ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി എന്നൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഞാനതുമായി ബന്ധപ്പെട്ട ഒരു എളിയ പ്രവർത്തകനാണ്. ആ സംഘടനയുടെ ഭരണഘടനയിൽ അതിന്റെ ആദർശ ലക്ഷ്യങ്ങളൊക്കെ ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോധ്യപ്പെട്ട ആളെ ആ സംഘടനയിലേക്ക് വിളിക്കണമെന്നല്ല, ഈ ആദർശ ലക്ഷ്യങ്ങളിലേക്ക് വിളിക്കണമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആദർശത്തിലേക്ക്, ഇഖാമത്തുദ്ദീൻ അള്ളാഹുവിന്റെ നിയമസംഹിത സ്ഥാപിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് വിളിക്കണം. സംഘടനയിലേക്ക് വിളിക്കാൻ പാടില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന. എന്തുകൊണ്ട്? ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ കക്ഷിപക്ഷ വടംവലിയൊന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഭരണഘടനയിലില്ല. നമ്മളെ ജീവിതത്തിലല്ലോ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓദായില്ലാഹി, ദഅവത്ത് നടത്തണം. അള്ളാഹുവിലേക്കാണ് ദഅവത്ത് നടത്തേണ്ടത്. ബീദിനിഹി, അള്ളാഹു എങ്ങനെയാണോ അനുവാദം കൊടുത്തത് അങ്ങനെ. നാലാമത്തെ ഒന്ന് ഷാഹിദ്, മുബശ്ശിർ, നദീർ, ദായി. അഞ്ചാമത്തത് സിറാജ് മുനീറ, വെളിച്ചം പരത്തുന്ന വിളക്കാണ് താങ്കൾ. ഓ, എന്തൊരു ശൈലി, ഖുർആനിന്റെ ശൈലി. ഓ സിറാജ് മുനീറ, വെളിച്ചം പരത്തുന്ന വിളക്കാണ് താങ്കൾ. അങ്ങനെയാണ് താങ്കൾ അയച്ചത്. ഇരുട്ടില്ല അവിടെ. ആ പ്രവാചകൻ ഇങ്ങനെ വരുമ്പോൾ വെളിച്ചമാണ്. സിറാജ് മുനീറ, സിറാജ് വിളക്കിന്റെ പണി തന്നെ വെളിച്ചം കാണിക്കല. പക്ഷേ അള്ളാഹു പറയുന്നു സിറാജ് മുനീറ, വെളിച്ചം പരത്തുന്ന വിളക്കാണ് താങ്കൾ. അങ്ങനെയാണ് താങ്കൾ അയച്ചത്. അതാണ് പ്രവാചകൻ. ആ പ്രവാചകനെ അല്ലേ റബീഉൽ അവ്വൽ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്? ആ റസൂലിനെ അല്ലേ പരിചയപ്പെടുത്തേണ്ടത്? റബീഉൽ അവ്വൽ എന്ന മാസത്തിൽ ആ പ്രവാചകനെ പരിചയപ്പെടുത്തും. പ്രവാചകനെ മാത്രം പരിചയപ്പെടുത്തിയ പോരാ, പ്രവാചകന്മാരെ മുഴുവൻ പരിചയപ്പെടുത്തണം. കാരണം ആ പ്രവാചകന്മാരുടെ മുഴുവൻ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞു കടന്നു പോകുന്ന പ്രവാചകന്മാർ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ പ്രവാചകന്മാർ. 1,25,000 24,000 അങ്ങനെയൊന്നും ഒരു ഹദീസുമില്ല. ഒക്കെ ലൈഫ. 313 മുർസലീങ്ങൾ, അതും ലൈഫ. വേണമെങ്കിൽ ഇമാം സുയൂത്തിയുടെ മൗളുആത്തു സുയൂത്തി, കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ആ കിതാബ് പണ്ഡിതന്മാരെ ഒന്ന് വായിച്ചു നോക്കൂ. അതിനകത്തുണ്ട് ഈ ഹദീസൊക്കെ, കെട്ടിണ്ടാക്കിയ ഹദീസ്. ആ ഹദീസിലൊക്കെ ഒന്നും പോകാതെ അള്ളാഹു എണ്ണം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും റസൂലുള്ളാഹി എണ്ണം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ അംബിയാ മുർസലുകൾ വന്നിട്ടുണ്ട്. ആ അംബിയാ മുർസലുകളുടെ ഒക്കെ സന്ദേശത്തിന്റെ സമ്പൂർണമായ രൂപമാണ് മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്. അപ്പോ നമ്മൾ അനുസ്മരിക്കേണ്ടത് ഒരു മുഹമ്മദ് നബിയെ മാത്രമല്ല. നമ്മുടെ നബി മുഹമ്മദ് നബിയല്ല, നമ്മുടെ നബി എല്ലാ നബിമാരുമാണ്. നമുക്ക് മാത്രം ഉള്ള ഒരു നബിയല്ല മുഹമ്മദ് നബി. മാനവരാശിക്ക് മുഴുവൻ അള്ളാഹു സന്തോഷിപ്പിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായി അയച്ചതാണ് താങ്കളെ. മനുഷ്യ സമൂഹത്തിന്റെ ദൂതന, പ്രവാചകന, നമ്മുടെ നബിയല്ല.
നമ്മുടെ എല്ലാവരുടെയും നബി, എല്ലാ മനുഷ്യരുടെയും അല്ല, എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും നബി, പക്ഷിപ്പറവകളുടെ പ്രവാചകൻ, ഇഴജന്തുക്കളുടെ പ്രവാചകൻ, അരിച്ചുപോകുന്ന ഉറുമ്പ് പോലെയുള്ള പ്രാണികളുടെ പ്രവാചകൻ, സമുദ്രത്തിൽ ഓളിയിട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളുടെ പ്രവാചകൻ, കാടുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങളുടെ പ്രവാചകൻ, അതേ മനുഷ്യരുടെയും പ്രവാചകൻ. ആ പ്രവാചകനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അംബിയാ മുർസലുകൾ മുഴുവൻ നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകുന്നു. ആ അംബിയാ മുർസലുകളൊക്കെ ചെയ്തത് ഇതാണ്. ഖുർആൻ പറഞ്ഞില്ലേ, അത് തന്നെ. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞുകൊണ്ട് ആ വിഷയം പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. ഫിർഔന്റെ അടുത്ത് മൂസാ നബിനെ റസൂലാക്കി അയച്ചതുപോലെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ, നിങ്ങൾക്ക് നാം ഇതാ ഒരു റസൂലിനെ, ഒരു ദൂതനെ അയക്കുന്നു. ഷാഹിദൻ അലൈക്കും, കർമ്മജീവിതം കൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കുന്ന പ്രവാചകനെ, ദൂതനെ, കർമ്മജീവിതം കൊണ്ട് താൻ സമർപ്പിച്ച സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ദൂതനെ ഇതാ നിങ്ങൾക്ക് നാം അയച്ചു തന്നിരിക്കുന്നു. കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. ഫിർഔനിന്റെ അടുത്തേക്ക് പണ്ട് മൂസാ അലൈഹി ഇസ്ലാമിനെ ദൂതനായി അയച്ചതുപോലെ, അതിനു മുമ്പ് ഇബ്രാഹിം നബി അയച്ചതുപോലെ, അതിനു മുമ്പ് നോഹ നബി അലൈഹി ഇസ്ലാമിനെ അയച്ചതുപോലെ ഇല്ലല്ലോ നമുക്ക് പക്ഷപാതം, ഇല്ലല്ലോ നമുക്ക് വർഗീയ ബോധം, ഇല്ലല്ലോ നമുക്ക് ജാതീയത ഇല്ല. ഇസ്ലാമിന്റെ അനുയായികളെ നമുക്ക് യാതൊരുവിധ പക്ഷപാതിത്വമില്ല. പക്ഷപാതിത്വത്തിലേക്ക് ക്ഷണിക്കുന്നവൻ ലൈസമിന്ന, നമ്മളിൽപ്പെട്ടവനല്ല. ആ വിഷയത്തിൽ പക്ഷപാതപരമായ ഒരു ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചാൽ അദ്ദേഹം നമ്മളിൽപ്പെട്ടവനല്ല, ശത്രുപക്ഷത്തായിക്കൊണ്ട് മരിച്ചു പോകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. ആരോ ഒരിക്കൽ യാൽ അൻസാർ എന്ന് വിളിച്ചപ്പോൾ വേറൊരു കൂട്ടർ യാൽ മുഹാജിരീൻ എന്ന് വിളിച്ചു. അൻസാരികളെ എന്ന് വിളിച്ചപ്പോൾ മുഹാജിരീങ്ങളെ എന്ന മറുപക്ഷത്ത് വിളിച്ചു. എന്തോ ഒരു തർക്കം, മുസ്ലിം മോമിനീങ്ങൾ തമ്മിലുണ്ടാകുന്ന ചെറിയ തർക്കം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് എന്താണ് നിങ്ങൾ വിളിച്ചത്? പക്ഷപാതിത്വത്തിലേക്കോ അസഭ്യത്തിലേക്കോ? നാറുന്നുണ്ടല്ലോ നിങ്ങളുടെ ആ ശബ്ദം. ഇന്നഹ മുൻതിന, നാറ്റമുണ്ട് നിങ്ങളുടെ ആ ശബ്ദത്തിന് എന്ന് പ്രവാചകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അരുത്, പക്ഷപാതിത്വത്തിലേക്ക് വിളിക്കരുത്. മാനവരാശിയുടെ, പ്രപഞ്ചത്തിലെ ചരാചരങ്ങളുടെ പ്രവാചകനും ദൂതനുമായ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ജാതി സമുദായത്തിൽ കൊണ്ടുവന്ന് നിർത്തരുത്. പ്രവാചകൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, പ്രവാചകൻ അതറിയില്ല, അംബിയാ മുർസലുകൾക്കും അതറിയില്ല. അതുകൊണ്ട് ലോകത്തിന് കാരുണ്യമായി പടച്ചവനയച്ച മുഹമ്മദ് നബിയെ ലോകത്തിന് അലോസരമാക്കി മാറ്റരുത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹമായി കാരുണ്യമായി അയച്ചതാണ് നിന്നെ എന്ന് അല്ലാഹു പറയുമ്പോൾ നമ്മുടെ റബീഉൽ അവ്വലിൽ മുഹമ്മദ് നബി അലോസരമായി മാറരുത്. വളരെ വിനയത്തോടുകൂടിയുള്ള അപേക്ഷയാണ്. ഇവിടെ കേൾക്കുന്നവരല്ല, കേൾക്കുന്നവർ മറ്റുള്ളവരെ കേൾപ്പിക്കുക. അതൊരു തർക്കത്തിലൂടെയല്ല, നല്ല മനസ്സോടുകൂടി. തീർച്ചയായും അല്ലാഹു അനുഗ്രഹിക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കാര്യം ഞാൻ പലപ്പോഴും പണ്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, കഴിവതും നേരത്തെ വരിക, ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ്. അഥവാ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ പള്ളി കയറിയാൽ ഒരു തഹജ്ജുദ് നമസ്കാരം ഉണ്ടല്ലോ, അത് ഫർള സുന്നത്താണ്. അത് സുന്നത്താണ്, അതിൽ തർക്കല്ല. ഖുതുബ കേൾക്കലോ ഫർള. ഖുതുബ കേൾക്കില്ലെങ്കിൽ ജുമാ സഹിയാവൂല. അനിവാര്യമായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് വെറും രണ്ട് നിസ്കാരം കൊണ്ട് പഠിച്ചു തമ്പുരാൻ പൊരുത്തപ്പെട്ടു തരാം, പുറത്തു തരണത്. അനിവാര്യമായ കാരണങ്ങളാൽ ഖുതുബ കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അല്ലാഹ് പുറത്തു തരും. ഖുതുബ കേൾക്കൽ നിർബന്ധമാണ്, തഹിയ്യത്ത് സുന്നത്തുമാണ്. ഒരു സുന്നത്തും ഫർളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഏതാ എടുക്കേണ്ടത്? നിങ്ങൾ ആലോചിക്കാം.
അവിടെ നിങ്ങളെ ഫിഖ് മസല കിതാബിൻ്റെ ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണ്? നിങ്ങളെ സ്വന്തം തലച്ചോറിനോട് ബുദ്ധിയോട് ഞാൻ ചോദിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞിട്ടില്ല, റസൂല് പറഞ്ഞിട്ടില്ല. ഈ ഫിഖിന്റെ കിതാബുകളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരുപാട് ഫിഖിന്റെ കിതാബ് ഞാൻ പരിശോധിച്ചു. ഒരൊറ്റ ഒന്നില് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ബാങ്ക് വിളിച്ച് തീരുന്നവരെ ആളുകൾ ഒറ്റ നടത്തും. ബാങ്കാണ് വിളിച്ചിട്ട് ഖുത്ബ തുടങ്ങുന്നതോടുകൂടി അല്ലാഹു അക്ബർ. എന്നാൽ ബാങ്ക് വിളിച്ച് തീരുമ്പോഴത്തേനാണ് നിസ്കരിച്ചുകൂടെ അധികന്മാരെ? എന്നാൽ പിന്നെ ഖുത്ബന്റെ അടുത്ത് നിസ്കരിക്കണ്ടല്ലോ. അവിടെ അങ്ങനെ നിൽക്കും. അവിടെ ഇപ്പം അവസാനം പറഞ്ഞത് ആ ആളുകളൊക്കെ അത് കേൾക്കാൻ വേണ്ടിയാണ്. കഴിവതും നേരത്തെ വരിക, എന്നിട്ട് തഹിയ്യത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് ഖുത്ബ കേൾക്കുക. അല്ല അനിവാര്യമായ കാരണങ്ങളാൽ താമസിച്ചാണ് വരുന്നതെങ്കിൽ, ബാങ്ക് വിളിക്കുന്ന സമയത്താണ് വരുന്നെങ്കിൽ അപ്പം തന്നെ നിസ്കരിക്കുക. ബാങ്ക് വിളിച്ച് തീരുമ്പോഴത്തേക്ക് നിസ്കാരം ചെയ്യും. അതല്ല എങ്കിൽ നിസ്കരിക്കാതിരിക്കുക. ഇനി അതോ നിസ്കരിക്കണം നിർബന്ധമുണ്ടെങ്കിൽ ഖുത്ബ നടക്കുന്നതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാതെ കുറച്ച് അപ്പുറത്തോ അപ്പുറത്തോ പോയി നിസ്കരിക്കുക. ഇതൊരു അപേക്ഷയാണ്, ഒരു കൽപ്പനയൊന്നുമല്ല. കൽപ്പിക്കാൻ ഞാൻ ആരുമല്ലല്ലോ. ഒരപേക്ഷയാണ്, സ്വീകരിക്കണം എന്ന ഒരപേക്ഷ മാത്രം. വാഹിറു ദുആ